Hi my dear friends, welcome back to our channel Food and Beauty. നമുക്കിന്ന് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള കായ മെഴുക്കുവരട്ടി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. പറഞ്ഞ പോലെ തന്നെ നല്ല സ്വാദാണ് കേട്ടോ. നല്ല കുത്തിരി ചോറിൻ്റെ കൂടെ ഈ ഒരു മെഴുക്കുവരട്ടി മാത്രം മതി നല്ലപോലെ ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ചെയ്യുവാണെങ്കിൽ എന്തായാലും അടിപൊളിയായിട്ടുള്ള ഒരു മെഴുക്കുവരട്ടി തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നിങ്ങൾ എടുക്കുമ്പോൾ നേന്ത്രക്കായ തന്നെ എടുക്കുക കേട്ടോ, ഏത്തക്കായ. അതിനാണ് ഏറ്റവും അധികം സ്വാദുള്ളത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ശ്രീലങ്കൻ പഴമാണ്. ഇതാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ വെച്ച് നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ല സ്വാദുണ്ടായിരുന്നു. എന്നാൽ നേന്ത്രക്കായയുടെ ആ ഒരു സ്വാദ് വരില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ നിങ്ങൾ നേന്ത്രക്കായ വെച്ച് ചെയ്താൽ മതി. നമുക്കിതിൻ്റെ ഏറ്റവും മുകളിലുള്ള ആ നാരുണ്ടല്ലോ, അതിങ്ങനെ കത്തി വെച്ചിട്ട് പൊളിച്ച് കളയാം. പക്ഷെ കത്തി വെച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ഡിഫിക്കൽട്ടാണ് എനിക്ക്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് പീലറാണ്. പീലറാണെങ്കിൽ എനിക്ക് വളരെ എളുപ്പമാണ്. അപ്പോൾ ഫുള്ളായിട്ട് അങ്ങനെ കംപ്ലീറ്റ്ലി കളയണം എന്നൊന്നുമില്ല. നമുക്ക് ഇതുപോലെ അങ്ങ് പീൽ ചെയ്തെടുത്താൽ മതി. കുറച്ച് ഭാഗം ആ ഒരു ഗ്രീൻ കളറൊക്കെ അവിടെ നിന്നോട്ടെ. നേന്ത്രക്കായ ആണെങ്കിൽ ഏറ്റവും മുകളിലുള്ള ആ നാര് പോലെയുള്ളത് മാത്രം കളഞ്ഞാലും മതി കേട്ടോ. അതിൻ്റെ ആ തൊലിയും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാനിതുപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി കായ അരിഞ്ഞ് നമുക്ക് ഉപ്പ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ കായയുടെ കളറ് മാറും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപ്പുവെള്ളം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഉപ്പുവെള്ളം ഉണ്ടാക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഉപ്പിട്ടിട്ടല്ല, ചെറുതായിട്ട് ഉപ്പ് ചേർത്തിട്ട് ഉണ്ടാക്കിയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന ടൈമിൽ കായ്ക്ക് നല്ലപോലെ ഉപ്പായി പോവും. പിന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഏറ്റവും എളുപ്പ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് കട്ട് ചെയ്യലാണ്. അപ്പം നിങ്ങൾക്കിത് പ്രാക്ടീസ്ഡ് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വൺസ് ഇത് യൂസ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നല്ല ഫാസ്റ്റിലായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ 4ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ വിരൽ വെച്ച് കൊടുക്കുക. അപ്പോൾ അതിലിങ്ങനെ മുട്ടുന്ന രീതിയിൽ വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി. ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ഫസ്റ്റ് കട്ട് ചെയ്യുക, പിന്നെ ഓരോ പീസും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക, ഒരുമിച്ച് വയ്ക്കുക. ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കുക. വളരെ എളുപ്പമല്ലേ? കട്ടിംഗ് ബോർഡ് വെച്ച് അരിയുമ്പോൾ ഒത്തിരി ടൈം നമുക്ക് ലാഭിക്കാൻ പറ്റും കേട്ടോ. ഫസ്റ്റൊക്കെ അരിയുമ്പോൾ എന്തായാലും ടൈം എടുക്കും. നമ്മളൊരു പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ പിന്നെ കയ്യിൽ വെച്ച് അരിയുന്നതിലും ഫാസ്റ്റായിട്ട് അരിയാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ കൈ മുറിയോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്യാനായിട്ട് വെക്കാം, കാരണം ഉപ്പ് വെള്ളത്തിലിട്ടതല്ലേ. ഇനി കഴുകേണ്ട ആവശ്യമില്ല കേട്ടോ. വെജിറ്റബിൾസ് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ള വൈറ്റമിൻസ് എല്ലാം, വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് എല്ലാം തന്നെ നഷ്ടമാവും. അപ്പോൾ ഇനി സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള ഈ കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലിട്ട് വേവിക്കുന്നതാണ് ഏറ്റവും എളുപ്പം, അതുകൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് അധികം ഉപ്പില്ല കേട്ടോ. ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കിയേക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടി, സാധാരണ മുളക് പൊടിയാണ്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/4 ടേബിൾ സ്പൂൺ, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അത് നിർബന്ധമൊന്നുമില്ല, ഇല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ആ ഉപ്പ് അനുസരിച്ചിട്ട് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് വേവാനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ഗ്ലാസ് വെള്ളം കറക്റ്റാണ്, പക്ഷേ ഞാൻ കുറച്ച് കുറച്ചായിട്ടാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഇച്ചിരി ഇച്ചിരിയായിട്ട് ഒഴിച്ചു കൊടുക്കുക ചെയ്തത്. ഇപ്പോൾ ഫുള്ളായിട്ട് ഇതുപോലെ ഒരു 1/2 ഗ്ലാസ് വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടിഭാഗത്ത് ഇങ്ങനെ വെള്ളം കിടക്കണം, അത്ര മതി. മൂടി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. ഇപ്പോൾ ഇത് മിക്സിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെളിച്ചെണ്ണയാണ്.
വെളിച്ചെണ്ണ ചേർത്തിട്ട് ഇങ്ങനെ വേവിക്കുവാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഏത് വെജിറ്റബിൾ ആണെങ്കിലും ഈ ഒരു ടൈപ്പിലുള്ള വെജിറ്റബിൾസ് എല്ലാം വെളിച്ചെണ്ണ ചേർത്ത് വേവിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദും മണമൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മണത്തിന് വേണ്ടിയിട്ട് കറിവേപ്പില ഓഫ് കോഴ്സ് നമ്മൾ എന്തായാലും ചേർത്ത് കൊടുക്കാം. നാടൻ കറിവേപ്പില കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. എൻ്റെ കുറച്ച് ഡ്രൈ കറിവേപ്പിലയും അതുപോലെ തന്നെ കടയിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ അത്ര ഒരു നല്ലതല്ല. എന്നാൽ കൂടി നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ കുക്കർ അടച്ച് വെക്കാം. അടച്ച് വെച്ച് ഒരു 3 വിസിൽ ഞാൻ അടുപ്പിക്കുന്നുണ്ട് കേട്ടോ. ഓരോ കുക്കറിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. എൻ്റെ ഒരു കുക്കറിൽ 3 വിസിലാണ് കറക്റ്റ്. ഇപ്പോൾ വിസിലൊക്കെ അടിച്ചിട്ട് അതിൻ്റെ പ്രഷറെല്ലാം പോയി. ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുവാണ്. അപ്പോൾ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കറക്റ്റ് പാകം. ഒത്തിരി കുഴഞ്ഞു പോകാൻ പാടില്ല, എന്നാൽ നല്ലപോലെ വെന്തിട്ടും ഉണ്ടാവണം. കുഴഞ്ഞു പോയാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി മെഴുക്ക് പുരട്ടി ആക്കാൻ നേരത്ത് ഇളക്കുമല്ലോ, ഇളക്കുന്ന സമയത്ത് ഫുള്ളും കൂടി അങ്ങോട്ട് കുഴഞ്ഞു പോവും. അപ്പോൾ ഈ ഒരു വേവ് കറക്റ്റാണ്. ഇനി നമുക്ക് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. വളരെ എളുപ്പമാണ് കേട്ടോ. ഇത് കാണുമ്പോൾ ഇത്ര ലെങ്തി ആയിട്ട് തോന്നുമെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് ആയിക്കോളും. ഞാനിത് ഉണ്ടാക്കുന്നത് ഒരു ചട്ടിയിലാണ് കേട്ടോ, മൺചട്ടിയിൽ. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, നല്ല സ്വാദാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് ജസ്റ്റ് ഇതിലേക്ക് ചേർക്കേണ്ട സാധനങ്ങൾ കട്ട് ചെയ്തെടുത്തിരുന്നു. ഒരു 3-4 പച്ചമുളക് എരിവിനനുസരിച്ച് എടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഉള്ളി, ചെറിയ ഉള്ളി, അതാണ് എൻ്റെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. ഞാൻ ഒരു 15 ഉള്ളിയോളം എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ഉള്ളിയായിരുന്നു, 15 എടുത്തിട്ടുണ്ട്. നല്ല സ്വാദാണ് ഉള്ളി ചേർത്തിട്ടുണ്ടാക്കുമ്പോൾ. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്തു. അതിനുശേഷം നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം. മുളകും ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള സവാള മാത്രം ചേർത്തുണ്ടാക്കുവാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ നാടൻ ടേസ്റ്റ് കിട്ടില്ല. കുറച്ച് സവാളയും കുറച്ച് ഉള്ളിയായിട്ട് എടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഏറ്റവും ടേസ്റ്റ് ഉള്ളി മാത്രമായിട്ട് ഇതുപോലെ എടുക്കുന്നതാണ്. ഇനി നല്ലൊരു സ്മെല്ല് വരും, അടിപൊളി ഒരു സ്മെല്ല് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ഉപ്പാണ്. പിന്നെ എരിവ് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. അതിന് ഒത്തിരി എരിവില്ല, അതുപോലെ തന്നെ ഒത്തിരി മൂക്കേണ്ട ആവശ്യമില്ല. ഒത്തിരി അങ്ങ് എണ്ണയിലിട്ട് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടിട്ടാണ് ഇത്ര ഇളക്കി കൊടുക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ലപോലെ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ചട്ടി ആയതുകൊണ്ടിട്ട് ഫ്ലെയിം ഓഫായാലും ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമല്ലോ എണ്ണ, അപ്പോൾ കുഴപ്പമില്ല. എന്നിട്ട് നമുക്കിത് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വച്ചിട്ടുള്ള കായ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മിക്സിങ്ങും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഒത്തിരി നേരം പിന്നെ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ചൊരു വെളിച്ചെണ്ണ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു 1/4 ടേബിൾ സ്പൂൺ അത്ര മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ആ ഒരു മണത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മെഴുക്ക് പുരട്ടിയാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിലിരിക്കണം, കുറച്ച് വാട്ടറി കൺസിസ്റ്റൻസി, ഒത്തിരി ഡ്രൈ ആയി പോകാൻ പാടില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് ചട്ടിയിലാണ്, അതുകൊണ്ടിട്ട് നമുക്ക് അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ കറിവേപ്പിലയൊക്കെ ഇട്ട് ചേർത്തതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. അല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിപ്പോവും. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം പറയാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല നാടൻ വിഭവമാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി കഴിക്കാനായിട്ട്. ആ ഉള്ളിയൊക്കെ ഇടയ്ക്കങ്ങ് കടിക്കുമ്പോൾ നല്ല സ്വാദാണ് കേട്ടോ. അപ്പോൾ ഒരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും അതുവരെ ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. ടേക്ക് കെയർ, ബൈ.